നമസ്കാരം. കേരള ചരിത്രത്തിലെ തിരുവിതാംകൂർ രാജവംശം എന്ന ടോപ്പിക്കിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ 3 രാജാക്കന്മാരെ കുറിച്ചും 2 റാണിമാരെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്ന് 2 രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും PSC ടേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് തിരുവിതാംകൂറിന്റെ 6ാമത്തെ മഹാരാജാവായ സ്വാതി തിരുനാളിനെ കുറിച്ചാണ്. സ്വാതി തിരുനാൾ ഏതൊക്കെ വർഷമാണ് ഭരിച്ചിരുന്നത്? അത് 1829 മുതൽ 1846 വരെയാണ് ആര് ഭരിച്ചിരുന്നത്? സ്വാതി തിരുനാൾ ഭരിച്ചിരുന്നത്. ഏതൊക്കെയാണ്? 1829 മുതൽ 1846 വരെയാണ് സ്വാതി തിരുനാൾ ഭരിച്ചിരുന്നത്. സ്വാതി തിരുനാളിലെ ചെറിയൊരു രേഖാചിത്രമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? അത് നമ്മൾ സ്വാതി തിരുനാളിന്റെ കാലഘട്ടം. അതാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. ഗർഭശ്രീമാൻ, അതേപോലെ തന്നെ ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാരാണ്? അത് സ്വാതി തിരുനാളാണ്. ഏതൊക്കെയാണ്? ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാരാണ്? അത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ നാമം എന്താ? രാമവർമ്മ എന്നാണ് പേര്. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ പേരെന്താ? രാമവർമ്മ എന്നായിരുന്നു യഥാർത്ഥ പേര്. സംഗീതജ്ഞനിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അതാരാണ്? അതും നമ്മുടെ സ്വാതി തിരുനാൾ തന്നെയാണ്. സംഗീതജ്ഞനിലെ രാജാവ്, അതേപോലെ തന്നെ രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അതാരാണ്? സ്വാതി തിരുനാൾ ആണ്. ഇത്രയും പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കാം. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാ? അത് സ്വാതി തിരുനാൾ. ആരാണ് ഹജൂർ കച്ചേരി തുടങ്ങിയത്? അത് നമ്മളെ വേലുത്തമ്പി ദളവയായിരുന്നു തുടങ്ങിയത്. ഹജൂർ കച്ചേരി എവിടുന്ന്? കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. അതാരാണ്? സ്വാതി തിരുനാളാണ് മാറ്റിയത്. ശുചിത്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് തിരുവിതാംകൂർ. ശുചിത്രം എന്താ? ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിളച്ച എണ്ണയിൽ കൈ മുക്കുക എന്നാണ്. അതായത് അവന് പൊള്ളിയില്ലെങ്കിൽ അവൻ കുറ്റം ചെയ്തില്ല, പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റം ചെയ്തു എന്നായിരുന്നു ഒരു വിചാരണയുണ്ടായിരുന്നു തിരുവിതാംകൂറിലെ. അത് നിർത്തലാക്കിയതാരാ? അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ ആദ്യ നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ ഒരു നിയമസംഹിത വരെയാണ്. അപ്പോൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. കൊച്ചി രാജാവായ കേരളവർമ്മയും ധർമ്മരാജാവും തമ്മിൽ വെച്ച ഉടമ്പടിയാണ് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ശുചിത്രം ഉടമ്പടി. ശുചിത്രം ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? കേരളവർമ്മയും ധർമ്മരാജയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശുചിത്രം ഉടമ്പടി. 1762. നമ്മുടെ ധർമ്മരാജയ്ക്ക് കുറച്ച് ഡേറ്റേ ഉള്ളൂ. അതേപോലെ തന്നെ 1762 ശുചിത്രം, 1766 തൃപ്പടിദാനം, 2ാം തൃപ്പടിദാനം, അതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ ധർമ്മരാജയ്ക്ക് പഠിക്കാനുള്ളൂ. അത് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഓർഡറിൽ നമുക്ക് ആ തിരുവിതാംകൂർ രാജവംശം എന്ന രീതിയിൽ പഠിച്ചിട്ട് വരാൻ പറ്റും. പെറ്റി സിവിൽ കേസുകളും അതേപോലെ തന്നെ പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് നീതിന്യായ ഭരണത്തെ പരിഷ്കരിച്ച രാജാവാണ് ആരാണ്? അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. എന്താണ്? ചെറിയ ചെറിയ കേസ്, പെറ്റി കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് നീതിന്യായ ഭരണത്തെ പരിഷ്കരിച്ച രാജാവാരാണ്? അത് സ്വാതി തിരുനാളാണ്. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പേരൊക്കെ മാറ്റി കൊടുത്ത് തരാം. ചിലപ്പോൾ ആയില്യം തിരുനാളോ എങ്ങനെയൊക്കെ മാറ്റി കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഭരണകാര്യങ്ങളിൽ രാജാവിന് നേരിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഹജൂർ കച്ചേരി മറ്റ് സ്ഥാപനങ്ങളും കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. എന്താണ്? ആരാണ് ഉണ്ടാക്കിയത്? അത് നമ്മുടെ വേലുത്തമ്പി ദളവയാണ് ഹജൂർ കച്ചേരി ഉണ്ടാക്കിയത്. അത് കൊല്ലത്തായിരുന്നു പണിതത്. അപ്പോൾ രാജാവിനെ സ്വന്തം ആ കാര്യങ്ങളിലൊക്കെ നേരിട്ടിട്ട് കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മളെ സ്വാതി തിരുനാൾ എന്ത് ചെയ്തു? കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഭരണം നേരിട്ട് എന്ന രീതിയിൽ കാര്യങ്ങളിലൊക്കെ നേരിട്ടിട്ട് ഇടപെടാൻ എന്ന രീതിയിൽ ആര് തുടങ്ങി? അത് നമ്മൾ സ്വാതി തിരുനാൾ തുടങ്ങി. അടുത്ത പോയിന്റ് നോക്കാം. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചത് സ്വാതി തിരുനാളിന്റെ ഭരണകാലത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി പ്രൈമറി സ്കൂൾ, അത് നേരത്തെ ഉണ്ടായിരുന്നു. ആ ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചത് ആരാണ്? അത് സ്വാതി തിരുനാളിന്റെ ഭരണകാലത്താണ്. അടുത്ത പോയിന്റ് നോക്കാം.
ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1834 വർഷം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സ്കൂളിൽ പോവാന് 1800 ഇംഗ്ലീഷ് സ്കൂളിൽ പോവാൻ 1834 തൊട്ടിട്ടാണ് തുടങ്ങിയത്. 1834 തൊട്ടിട്ടാണ് എന്ത് ഇംഗ്ലീഷ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. അതേപോലെ തന്നെ 1836 രാജാസ് സ്കൂളായി മാറി. അതായത് 1866 സ്കൂളിലെ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന രീതിയിലും ആക്കി. എന്താണ് ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് മാത്രമേ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അത് രാജാസ് സ്കൂൾ പേര് മാറ്റി. അതേപോലെ തന്നെ 1866 ഈ രാജാസ് സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന രീതിയിൽ, അതായത് നമ്മൾ തിരുവനന്തപുരത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ട്, അത് അങ്ങനെ ആക്കി മാറ്റി. നക്ഷത്ര ബംഗ്ലാവ് തിരുവിതാംകൂറിൽ സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? അത് സ്വാതി തിരുനാളാണ്. എന്താണ് നക്ഷത്ര ബംഗ്ലാവ് തിരുവിതാംകൂറിൽ സ്ഥാപിച്ച ഭരണാധികാരി അതാരാണ്? സ്വാതി തിരുനാളാണ്. അതേപോലെ തന്നെ ആദ്യത്തെ ധർമ്മ ആശുപത്രി തിരുവിതാംകൂറിൽ സ്ഥാപിച്ചതാരാണ്? അതും സ്വാതി തിരുനാളാണ്. എന്തൊക്കെയാണ്? ഇംഗ്ലീഷ് സ്കൂള്, അതേപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അതേപോലെ തന്നെ നമ്മുടെ ധർമ്മ ആശുപത്രി, ഒരു പോയിന്റ് കൂടി ഉണ്ട്, നക്ഷത്ര ബംഗ്ലാവും കൂടി ആരംഭിച്ച ആരാണ്? ഈ 3 പോയിന്റ് നോക്കുക. ഒന്നാമത്തെ ഇംഗ്ലീഷ് സ്കൂളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, രണ്ടാമത്തെ നക്ഷത്ര ബംഗ്ലാവ്, മൂന്നാമത്തെ എന്താ ധർമ്മ ആശുപത്രി ഉണ്ടാക്കിയത് ആരാണ്? ഈ 3 ഉണ്ടാക്കിയത് അത് നമ്മളെ സ്വാതി തിരുനാളാണ്. അടുത്തായി ഉപയോഗപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹായിക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് വകുപ്പ് ഉണ്ടാക്കി. അപ്പോൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞ കൂടി വരികയാണ് എഞ്ചിനീയറിംഗ് വകുപ്പ് എന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ്. എന്തൊക്കെ കൊടുന്നു? ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് സ്കൂള്, അതേപോലെ തന്നെ ധർമ്മ ആശുപത്രി, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് വകുപ്പ്, പിന്നെ നക്ഷത്ര ബംഗ്ലാവ് എന്നിവ ഉണ്ടാക്കി. ജലസേചന സൗകര്യങ്ങൾ നോക്കാൻ ജലസേചന മരാമത്ത് വകുപ്പ് ആര് സ്ഥാപിച്ചു? സ്വാതി തിരുനാൾ. എന്തൊക്കെയാണ്? അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് സ്കൂള്, അതേപോലെ തന്നെ നക്ഷത്ര ബംഗ്ലാവ്, അതേപോലെ തന്നെ ധർമ്മ ആശുപത്രി, അതേപോലെ തന്നെ ജലസേചന മരാമത്ത് വകുപ്പ്, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എന്നീ വകുപ്പുകളൊക്കെ ആരുണ്ടാക്കി? നമ്മുടെ സ്വാതി തിരുനാളാണ് ഉണ്ടാക്കി. ചെറിയൊരു പോയിന്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കി നോട്ട് ചെയ്ത് വെച്ചാലും മതി, നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പമായിരിക്കും. അടുത്ത പോയിന്റ് 1837 കുതിരമാളിക അല്ലെങ്കിൽ കുതിരമാളികയും വാന നിരീക്ഷണ കേന്ദ്രവും ആര് നിർമ്മിച്ചു? അത് നമ്മുടെ സ്വാതി തിരുനാൾ. കുതിരമാളിക പിന്നെ വാന നിരീക്ഷണ കേന്ദ്രം എന്നാണ് 1837. 34 എന്താ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എന്ന രീതിയിൽ കൊണ്ടുവന്നു. പേര് മാറ്റിയതെന്നാ 1836 പേര് മാറ്റി. പിന്നെ അത് രാജാസ് യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് എന്ന ആക്കിയതെന്നാ 1866 പിന്നെ മാറ്റിയത്. ഈ 3 വർഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് പോവാം. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആരാ? അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. 1837 അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കി 1837? അതേപോലെ തന്നെ കുതിരമാളിക ഉണ്ടാക്കി, വാന നിരീക്ഷണം, അതുപോലെ ആധുനിക ലിപികളും, അതായത് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് കൂട്ടി അക്ഷരങ്ങൾ വായിക്കുക എന്ന രീതിയിലുള്ള ആണ് ഈ ലിപി വിളംബരം എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. 1839 തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ രാജാവും ആരാണ്? അത് സ്വാതി തിരുനാൾ തന്നെയാണ്. കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 1839 ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ഇറക്കുന്നത്. പിന്നെ 1836 തഹസിൽദാർമാരുടെ സഹായത്തോടു കൂടി തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടത്തിയത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. സെൻസസ് ആദ്യമായിട്ട് നടത്തുന്നത് സ്വാതി തിരുനാളാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അടുത്ത സെൻസസ് ഒക്കെ നടത്തുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ സെൻസസ് ആരാ നടത്തുന്നത്? അത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടക്കുന്നത് അത് സ്വാതി തിരുനാളാണ്. എന്നാണ് 1836 നടത്തുന്നത്. അതേപോലെ തന്നെ സ്വാതി തിരുനാളിന്റെ കാലത്ത് വളർന്നു വന്ന നൃത്ത രൂപമാണ് മോഹിനിയാട്ടം. അതായത് നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഗീതരജ്ഞിലെ രാജാവ്, അതേപോലെ തന്നെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് സ്വാതി തിരുനാള് ഓരോ കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിലെ ഒരു നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം കൊണ്ടുവന്ന ആരാ? അത് സ്വാതി തിരുനാളാണ് മോഹിനിയാട്ടം കൊണ്ടുവന്നത്. മോഹിനിയാട്ടത്തിൽ വർണ്ണപദം, അതേപോലെ തന്നെ തില്ലാന എന്നിവ കൊണ്ടുവന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. എന്തൊക്കെയാ കൊണ്ടുവന്നത്? വർണ്ണം, പദം, തില്ലാന എന്നിവ കൊണ്ടുവന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. എന്തൊക്കെയാണ്? വർണ്ണം, പദം, തില്ലാന. വർണ്ണം, പദം, തില്ലാന എന്നീ 3 പദങ്ങൾ മോഹിനിയാട്ടത്തിൽ കൊണ്ടുവന്നത് അതാരാണ്? സ്വാതി തിരുനാളാണ്.
കർണാടക സംഗീതത്തിലും വീണ വായനയിലും താല്പര്യം ഉണ്ടായിരുന്ന രാജാവ് ആരായിരുന്നു? അത് സ്വാതി തിരുനാളാണ്. എന്താണ്? മോഹിനിയാട്ടം കൊണ്ടുവന്നു. അതേപോലെ തന്നെ മോഹിനിയാട്ടത്തിൽ ചെറിയൊരു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്ത്? വർണ്ണം, പദം, തില്ലാന. അതുപോലെ തന്നെ കർണാടക സംഗീതത്തിലെ വീണ വായനയിലും താല്പര്യം ആർക്കുണ്ടായിരുന്നു? സ്വാതി തിരുനാളുണ്ടായിരുന്നു. നവരാത്രി ഉത്സവത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച രാജാവാര? അതും നമ്മുടെ സ്വാതി തിരുനാളാണ്. നവരാത്രി ഉത്സവം ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ട്? അപ്പോൾ നവരാത്രി ഒരു സംഗീതോത്സവം കൂടി നടത്താമെന്ന് ആര് പറഞ്ഞു? അത് നമ്മുടെ സ്വാതി തിരുനാൾ പറഞ്ഞു. എന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത പോയിന്റ് നോക്കാം. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാന്മാരായിരുന്നു തഞ്ചാവൂർ നാൽവർ. ആരൊക്കെയായിരുന്നു? തിരുവിതാംകൂറിലെ സദസ്സിലെ ആസ്ഥാന വിദ്വാന്മാരായിരുന്നു തഞ്ചാവൂർ നാൽവർ. ആരൊക്കെയാണ്? മുത്തുസ്വാമിയുടെ ദീക്ഷിണതരുടെ ശിഷ്യന്മാരായ വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, അതേപോലെ തന്നെ ശിവാനന്ദൻ എന്നിവരായിരുന്നു. ആരുടെ ആയിരുന്നു ശിഷ്യര്? മുത്തുസ്വാമി ദീക്ഷിതരുടെ, അതായത് ആളുടെ ശിഷ്യന്മാരായിരുന്നു. ആരൊക്കെയാണ്? വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദൻ. ആരൊക്കെ? വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദൻ. ആരൊക്കെയാണ്? വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദൻ എന്ന രീതിയിൽ. അപ്പൊ ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന ഗായകനാരായിരുന്നു? വടിവേലു. ആരുടെ ഇതായിരുന്നു? മുത്തുസ്വാമിയുടെ ശിഷ്യന്മാരായിരുന്നു ആര്? വടിവേലു. അടുത്ത പോയിന്റ് നോക്കാം. ഭക്തിമഞ്ജരി, ഉത്സവ പ്രബന്ധം, അതേപോലെ തന്നെ പത്മനാഭ ശതകം, അതേപോലെ തന്നെ സ്യാനാന്തുരപുര വർണ്ണന പ്രബന്ധം എന്നിവ ആരുടെ കൃതികളാണ്? അത് നമ്മുടെ തിരുവിതാംകൂറിന്റെ മഹാരാജാവായ സ്വാതി തിരുനാളിന്റെ കൃതികളാണ്. എന്തൊക്കെയാണ്? ഭക്തിമഞ്ജരി, ഉത്സവ പ്രബന്ധം, അതേപോലെ തന്നെ പത്മനാഭ ശതകം, അതേപോലെ തന്നെ സ്യാനാന്തുരപുര വർണ്ണന പ്രബന്ധം, അങ്ങനത്തെ കൃതികളൊക്കെ ആരാ എഴുതിയത്? അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. അടുത്ത പോയിന്റ് നോക്കാം. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖരായ സംഗീതജ്ഞരായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാരും മോരുസ്വാമിയും. ആരൊക്കെയാണ്? ഷഡ്കാല ഗോവിന്ദമാരാരും മോരുസ്വാമിയായിരുന്നു സ്വാതി തിരുനാളിന്റെ പ്രമുഖമായുള്ള സംഗീതജ്ഞര്. സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു ആര്? വില്യം കല്ലൻ ആയിരുന്നു സ്വാതി തിരുനാളിന്റെ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറയുന്ന ആള്. ഏത്? വില്യം കല്ലൻ എന്ന്. അടുത്ത പോയിന്റ് നോക്കാം. സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലെ ദിവാൻ ആരായിരുന്നു? അത് സുബ്ബാനന്ദയായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ ദിവാനായിരുന്നത്. കാലഘട്ടത്തിലെ പിന്നെ ആരായിരുന്നു വരുന്നത്? പോഷ്കാർ കണ്ടൻ മേനോനായിരുന്നു. ആരായിരുന്നു? കണ്ടൻ മേനോനായിരുന്നു. പോഷ്കാർ കണ്ടൻ മേനോനായിരുന്നു ആദ്യത്തെ കാലഘട്ടത്തിലെ, അതായത് തിരുവിതാംകൂറിന്റെ രണ്ടാമത്തെ ദിവാൻ ആരായിരുന്നു? അത് കണ്ടൻ മേനോനായിരുന്നു. പോഷ്കാർ കണ്ടൻ മേനോനായിരുന്നു. നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ച വ്യക്തിയായിരുന്നു കണ്ടൻ മേനോൻ. ആരാണ് നിയമകാര്യങ്ങളിൽ സഹായിച്ചിരുന്നത്? അത് നമ്മുടെ കണ്ടൻ മേനോനായിരുന്നു നിയമസാധനങ്ങൾ സഹായിച്ചിരുന്നത്. അപ്പോൾ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നതും മാറ്റിയത് എന്തുകൊണ്ടാണ്? മഹാരാജാവിനെ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളിലൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്ത പോയിന്റ് നോക്കാം. തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയതാരാ? നമ്മുടെ സ്വാതി തിരുനാളാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നായർ ബ്രിഗേഡ് എന്താ? പട്ടാളത്തിനെ വിളിക്കുന്നതാണ്. അന്നത്തെ പട്ടാളത്തെ വിളിക്കുന്ന പേരായിരുന്നു നായർ ബ്രിഗേഡ്. അത് പേര് നൽകിയതാരാ? സ്വാതി തിരുനാളായിരുന്നു. നമ്മൾ അടുത്തത് സ്വാതി തിരുനാളിന്റെ സദസ്സിൽ ആസ്ഥാന കവിയായിരുന്നു ഇരമിയൻ തമ്പി. ആരായിരുന്നു? ഇരമിയൻ തമ്പി. ഏതായിരുന്നു? ഓമന തിങ്കൾ കിടാവോ നല്ല. അപ്പോൾ ആ പാട്ട് നൽകിയതാരാ? താരാട്ട് പാട്ട് രചിച്ചത് അത് ഇരമയൻ തമ്മിയാണ്. അതായത് പിള്ളേരെ ഓർക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണ് നമ്മളെ ഓമന തിങ്കൾ കിടാവോ. അതാരാണ് രചിച്ചത്? ഇരമയൻ തമ്പിയായിരുന്നു അത് ഇതാക്കിയത്. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ കുതിരമാളികയിൽ വെച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് സ്വാതി തിരുനാൾ സംഗീതോത്സവം. അതെന്താ? സ്വാതി തിരുനാൾ സംഗീതോത്സവം എല്ലാ വർഷം ജനുവരി മാസത്തിൽ കുതിരമാളികയിൽ വെച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഉത്സവമാണ് സ്വാതി തിരുനാൾ ഉത്സവം. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവാരാണ്? അതും നമ്മുടെ സ്വാതി തിരുനാളാണ്. അപ്പോൾ കുറേ വിശേഷണങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. അതേപോലെ തന്നെ 1836 തൊട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്.
ഓരോ വർഷങ്ങളും കറക്റ്റ് പഠിക്കുക. അതായത് ഇംഗ്ലീഷ് സ്കൂളും കാര്യങ്ങളൊക്കെ വന്നതും, അതേപോലെ തന്നെ നക്ഷത്ര ബംഗ്ലാവ് പണിതതും, അതേപോലെ തന്നെ വാനനിരീക്ഷണം, കുതിരമാളിക അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതും സ്വാതി തിരുനാളാണ്. ഇനി നമുക്ക് അടുത്ത മഹാരാജാവിലേക്ക് പോവാം. 7ാമത്തെ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ഏതാ? അത് 1847 തൊട്ടിട്ട് 1860 വരെയാണ്. ആരത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതായത് ഒരു 2 സെക്ഷനാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അതേപോലെ തന്നെ ആദ്യത്തെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അതേപോലെ തന്നെ കിഴവൻ രാജ, വിട്ടൻ തിരുനാൾ, റാണി ലക്ഷ്മിബായി, പാർവതിബായി, അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പഠിച്ച സ്വാതി തിരുനാൾ. ഇതൊരു സെറ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സെക്ഷനായിട്ട് പഠിക്കാം. അടുത്ത മാർത്താണ്ഡവർമ്മ എന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ മാർത്താണ്ഡവർമ്മയുടെ വർഷം ഏതായിരുന്നു? 1729 തൊട്ടിട്ട് 1859 അല്ലെങ്കിൽ 58 എന്ന രീതിയിൽ ഉള്ള കാലഘട്ടമാണ് അത് ആദ്യത്തെ മാർത്താണ്ഡവർമ്മ. 2ാമത്തെ മാർത്താണ്ഡവർമ്മ ഏതാ? 1847 തൊട്ടിട്ട് 1860 വരെ 2ാമത്തെ മാർത്താണ്ഡവർമ്മ. പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഉത്രം തിരുനാളിൻ്റെ ആദ്യത്തെ പോയിന്റ് പഠിക്കാം. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലമാണ്? അത് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ്. അപ്പോൾ മോഹിനിയാട്ടം ആരതാണ്? അത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. കഥകളിയുടെ സുവർണ കാലഘട്ടം അതാണ്, അത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഏത് മാർത്താണ്ഡവർമ്മയാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നോക്കി പഠിക്കുക. തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ഉത്രം തിരുനാൾ വർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് എന്ത്? അത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വരുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ വരുന്നത് ആരുടെ കാലത്താണ്? ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. ഏതാണ് വർഷം? 1859 ലാണ് വരുന്നത്. ആരാണ് ഉണ്ടാക്കിയത്? ഡാറാസ് മെയിൽ. ഇതുവരെ രണ്ട് പേരാണ്, പക്ഷെ ഒരുമിച്ചിട്ടുള്ള പേരാണ് ഉണ്ടത്. അതായത് ഡാറാസ് മെയിൽ കയർ ഫാക്ടറി എന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. നമുക്കിനി ഡാറാസും മെയിലും ആരൊക്കെയാണെന്ന് പഠിക്കാം. അയർലാൻഡുകാരനായ ജെയിംസ് ഡാറയും ഹെൻറി സ്മെയിലും ചേർന്നിട്ടാണ് ഇത് സ്ഥാപിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ആ പേര് വന്നതെന്ന്? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയിലാണ്. അതെന്നാണ്? 1857 അപ്പോൾ ഫാക്ടറി എന്ന 1859 ഇത് 2 കോളായിട്ട് എന്ന രീതിയിൽ പഠിച്ചാലും മതി. 2 കാര്യവർഷം എന്ന രീതിയിൽ മാത്രമേ ഈ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുള്ളൂ. അത് 1857 1859 എന്ന രീതിയിൽ നോക്കിയാൽ മതി. പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കുന്ന ആരാ? അത് നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതെന്നാണ്? 1857. 59 എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കയർ ഫാക്ടറി. 59 കയർ ഫാക്ടറി. അപ്പോൾ ഇങ്ങനെ കോളം വെച്ചിട്ട് കുറച്ച് ഈ 2 ഇയറിൽ മാത്രമേ കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് 2 കോളം വരച്ചിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? അത് നമ്മളെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എന്താണ്? 1ാം സ്വാതന്ത്ര്യ സമരം. അതായത് നമുക്ക് അടുത്ത ടോപ്പിക്കൊക്കെ ആയിട്ട് നമുക്ക് ഫുൾ സിലബസ് എന്ന രീതിയിൽ പഠിക്കാം. 1857 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. അതേപോലെ തന്നെ ആ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാ? അത് നമ്മളെ ഉത്രം തിരുനാൾ രാജവർമ്മയായിരുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് 1853 വിളംബരം നടത്തിയ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതായത് അടിമകളുടെ മക്കൾ അടിമയായിട്ട് തന്നെ പണിയെടുക്കണ്ട, വേറെ എന്തെങ്കിലും പണിക്ക് പോവാം അല്ലെങ്കിൽ പഠിക്കാമെന്ന രീതിയിലെ കൺസെപ്റ്റ് കൊടുക്കുന്നത് ആരാ? അത് നമ്മളെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതെന്നാണ്? 1853 നടത്തിയത്. ആരാണ്? അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട്. അതായത് അടിമകളുടെ മക്കൾ വന്നിട്ട് പിന്നെ രാജാക്കാരുടെ കൊട്ടാരത്തിൽ പണിയെടുക്കേണ്ട എന്ന രീതിയിലുള്ള കൺസെപ്റ്റാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ കൊടുക്കുന്നത്, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ കൊടുക്കുന്നത്. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് കൂലിയില്ലാതെ ജോലി ചെയ്യുന്ന ഉഴിയം സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. എന്താണ് ഉഴിയം സമ്പ്രദായം? അതായത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൈസ കൊടുക്കുന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ട്. ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അവിടെ പോയി കാണുക. നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട് നമ്മളത്. അടിമകളുടെ മക്കൾക്ക് ഉഴിയം സമ്പ്രദായം എന്ന രീതിയിലുള്ള കാര്യം നിർത്തലാക്കിയതാരാ? അത് മാർത്താണ്ഡവർമ്മയാണ്. 1859 ജൂലൈ 26 തെക്കൻ കേരളത്തിലെ ചാനാർ സ്ത്രീകൾ മാറുമറയ്ക്കാനുള്ള അധികാരം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവര? അത് ഉത്രം തിരുനാൾ മാർത്തമാണ്. അതായത് ചാന്നാർ ലഹള എന്താണ്? അത് മാറുമറയ്ക്കാനുള്ളൊരു ലഹളയായിരുന്നു. അതിനെതിരെ നടന്നൊരു ലഹളയാണ്. അതെന്നാണ്?
1800 അത് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിക്കാം. 1812 മുതൽ 1859 വരെ അത് നീണ്ടു നിന്നു. അപ്പോൾ ആ കാലത്തുള്ള കേരളത്തിൽ ഉണ്ടായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡ, അതായത് വിളംബരം, അത് അധികാരം മാറുമറയ്ക്കാനുള്ള അധികാരം കൊടുത്തതാരാ? അത് നമ്മളെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1859 തിരുവനന്തപുരത്ത് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് ആരാണ് ഭരണാധികാരി? അതും നമ്മളെ മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രാജാസ് സ്കൂളിലെ വിജയികളാകുന്ന കുട്ടികൾക്ക് പാരിതോഷികം നൽകാൻ തീരുമാനിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡ. രാജാസ് സ്കൂൾ ആരാണ് ഉണ്ടാക്കിയത്? അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. അപ്പോൾ പിന്നെ അത് യൂണിവേഴ്സിറ്റി കോളേജായി അന്ന രീതിയിലൊക്കെ മറിഞ്ഞു. അപ്പോൾ വിജയികളാകുന്ന കുട്ടികൾക്ക് പാരിതോഷികം നൽകാൻ തീരുമാനിച്ചതാരാ? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 1800 ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം ഇത് മെയിനായിട്ടുള്ളൂ. 1557 അതേപോലെ തന്നെ 1889 എന്ന രീതിയിൽ നിങ്ങൾക്ക് രണ്ടായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇത് ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ കമ്പാരിസൺ ഡിഫറൻസ് എന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. ഉത്രം തിരുനാളിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കാൻ ആയി കമ്മിറ്റി പ്രവർത്തിച്ചതെന്ന അത് 1840. അതായത് ഉത്രം തിരുനാൾ എന്ത് വിചാരിച്ചു? നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കാൻ എന്തോ ഒരു കമ്മിറ്റി വേണമെന്ന രീതിയിൽ, അതായത് നേപ്പിയർ മ്യൂസിയം ഉണ്ടാക്കാൻ, അതായത് നമ്മളൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിനൊരു ബേസിക് കാര്യങ്ങൾ ഉണ്ടാക്കി അതിനെ കെട്ടിപ്പടുത്താൻ പറ്റും. അതുകൊണ്ട് എന്തോ ചെയ്തു? അതുകൊണ്ട് ഒരു കമ്മിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചെന്നാൽ അത് 1855 1855 നടത്തിയത്. എന്നിട്ട് പുതിയ മന്ദിരം നിർമ്മിക്കുകയും അതിലേക്ക് മ്യൂസിയം മാറ്റുകയും ചെയ്ത വർഷം 1880 മ്യൂസിയം ഉണ്ടാക്കുന്നത്. അതായത് പുതിയ മന്ദിരമൊക്കെ ഉണ്ടാക്കി സെറ്റപ്പ് ചെയ്ത് വെക്കുന്നത്, മ്യൂസിയം ഉണ്ടാക്കുന്നത് 1880 നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വർഷം 1880 മുതലാണ് നേപ്പിയർ മ്യൂസിയം എന്ന പേര് ലഭിച്ചത്. ഈ മ്യൂസിയത്തിന് നേപ്പിയർ മ്യൂസിയം എന്ന പേര് ലഭിച്ചതെന്ന് നേരത്തെ പറഞ്ഞു. ഉണ്ടാക്കിയ അതേ വർഷം തന്നെയാണ്. ഉണ്ടാക്കിയ അതേ വർഷം തന്നെയാണ്. നേപ്പിയർ മ്യൂസിയം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തതാരാ? അത് ആയില്യം തിരുനാളാണ്. അത് അടുത്ത രാജാവായിട്ട് നമുക്ക് പഠിക്കാം. അതായത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലുണ്ടാക്കി വെച്ച് എല്ലാം പണി കഴിപ്പിച്ചെങ്കിലും അത് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തുറന്നു കൊടുത്തത്. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈനർ ആരാ? റോബർട്ട് ചിംഷോം ആയിരുന്നു. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കിയ ആള് ആരാണ്? റോബർട്ട് ചിംഷോം ആയിരുന്നു അത് ഉണ്ടാക്കിയത്. നമുക്ക് ഇത്രയാണ് ഈ 2 രാജാക്കന്മാരെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ PSC പഠിക്കുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾ, അതായത് നിങ്ങൾ സുഹൃത്തുക്കൾക്കായിട്ടുള്ള PSC ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലുള്ള വീഡിയോയിൽ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാനുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പൂർണ്ണമായുള്ള പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പൂർണ്ണമായും സിലബസ് നമുക്ക് ഓരോ ടോപ്പിക്ക് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കാം. അടുത്ത മഹാരാജവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.